തമിഴിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് സത്യരാജ്. വില്ലനായി കരിയർ ആരംഭിച്ച താരം പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നായകനായും തിളങ്ങി. ഇന്ന് തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ മികച്ച സിനിമകളുടെ ഭാഗമായി മാറാനും താരത്തിന് സാധിച്ചു. സംവിധായകൻ ലോകേഷുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സത്യരാജ്. രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് സംവിധാനം ചെയ്യുന്ന കൂലിയിലാണ് സത്യരാജ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് സത്യരാജ് രജനീകാന്തിനൊപ്പം അഭിനയിക്കുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെയും ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാക്കാൻ ലോകേഷിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് സത്യരാജ് പറഞ്ഞു. കമൽഹാസനെ പഴയ വിക്രത്തിൽ താനായിരുന്നു വില്ലനെന്നും ആ കഥാപാത്രത്തെയോ അയാളുടെ മക്കളെയോ LCUവിൽ കയറ്റാനുള്ള വകുപ്പുണ്ടോ എന്ന് ചോദിച്ചിരുന്നുവെന്നും താരം പറഞ്ഞു. കമൽഹാസനെ വെച്ച് വിക്രം സംവിധാനം ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ വിളിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ താൻ ആ സിനിമയിൽ ഇല്ലെന്നറിഞ്ഞപ്പോൾ വിഷമമായെന്നും സത്യരാജ് പറഞ്ഞു. റോളക്സ് എന്ന കഥാപാത്രം ചെയ്യാൻ സൂര്യയെ വിളിച്ചപ്പോൾ താനും സൂര്യയോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും തന്നെ വിളിക്കാത്തതിൽ വിഷമം തോന്നിയെന്നും ലോകേഷിനോട് പറഞ്ഞിരുന്നുവെന്നും സത്യരാജ് കൂട്ടിച്ചേർത്തു. പുതിയ ചിത്രമായ വെപ്പണിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സിനിമ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്. ലോകേഷ് കമൽഹാസനെ വെച്ച് വിക്രം സിനിമ ചെയ്യുന്ന സമയത്ത് പഴയ വിക്രത്തിൽ ഞാൻ ചെയ്ത സുഹൃതരാജും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. കൂലിയുടെ സെറ്റിൽ വെച്ച് ഞാൻ ഈ കാര്യം ലോകേഷിനോട് ചോദിച്ചു. പഴയ സിനിമയിൽ ഞാൻ മരിച്ചല്ലോ, പിന്നെങ്ങനെ ആ കഥാപാത്രത്തെ കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മകനെയോ മറ്റോ അതേ രൂപത്തിൽ കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിച്ചു. അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് ലോകേഷ് ചിരിച്ചു. എതർക്കും തുനിന്തവൻ എന്ന സിനിമയുടെ ഷൂട്ടിനിടയിലാണ് റോളക്സിൻ്റെ കഥാപാത്രം ചെയ്യുമോ എന്ന് സൂര്യയോട് ചോദിക്കാൻ ലോകേഷ് വന്നത്. ആ സമയത്ത് വിക്രത്തിലേക്ക് എന്നെ വിളിക്കുമെന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. അതിലെനിക്ക് വിഷമം തോന്നിയെന്ന് കൂലിയുടെ സെറ്റിൽ വെച്ച് ലോകേഷിനോട് തമാശയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സത്യരാജ് പറഞ്ഞു.